ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ചാന്ദ്രദിനം ക്വിസ്. ഏത് ക്വിസിലും ചോദിക്കുന്ന ഈ 50 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കറിയാം? ചാന്ദ്രദിനം ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചോദ്യങ്ങൾ നോക്കാം. ലൂണാർ പേടകം മനുഷ്യരുമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ലൂണാർ പേടകം മനുഷ്യരുമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 1969 ജൂലൈ 20. 1969 ജൂലൈ 20. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? അപ്പോളോ 11. അപ്പോളോ മിഷൻ 11. അപ്പോളോ 11 ബഹിരാകാശ ദൗത്യം ഏതു രാജ്യത്തിൻ്റെയാണ്? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കൻ ഐക്യനാടുകൾ. അപ്പോളോ 11 ദൗത്യത്തിൻ്റെ ഭാഗമായി യാത്രികർ സഞ്ചരിച്ച പേടകത്തിൻ്റെ പേരെന്ത്? കൊളംബിയ. കൊളംബിയ എന്നാണ് പേടകത്തിൻ്റെ പേര്. അപ്പോളോ 11 ദൗത്യ ഭാഗമായി കൊളംബിയ പേടകത്തിൽ നിന്നും യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച പേടകത്തിൻ്റെ പേര്? ലൂണാർ. ലൂണാർ എന്നാണ് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച പേടകത്തിൻ്റെ പേര്. ലൂണാർ പേടകത്തിൽ നിന്നും മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 1969 ജൂലൈ 20. ഇന്ത്യൻ സമയം ജൂലൈ 21 പുലർച്ചെ 1:15 ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ യാത്രയിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ യാത്രയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 3 യാത്രക്കാർ. ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് ആരാണ്? ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് ആരാണ്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ രണ്ടാമത് കാലുകുത്തിയത് ആര്? ചന്ദ്രനിൽ രണ്ടാമത് കാലുകുത്തിയത് ആര്? എഡ്വിൻ ആൽഡ്രിൻ. എഡ്വിൻ ആൽഡ്രിൻ. ആദ്യ ചാന്ദ്രയാത്രയിൽ ചന്ദ്രനിൽ ഇറങ്ങാതെ തിരിച്ചു വന്നയാൾ ആര്? ആദ്യ ചാന്ദ്രയാത്രയിൽ ചന്ദ്രനിൽ ഇറങ്ങാതെ തിരിച്ചു വന്നയാൾ ആര്? മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ്. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ കൊളംബിയ ബഹിരാകാശ വാഹനത്തിലിരുന്ന് പേടകങ്ങൾ നിയന്ത്രിച്ചത് ആരാണ്? മൈക്കൽ കോളിൻസ്. അമേരിക്കയുടെ അപ്പോളോ 11 വിക്ഷേപിക്കുന്നതിന് നേതൃത്വം നൽകിയ USA ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേര്? അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേര്? നാസ. NASA. നാസ. നാസ NASA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാസ എന്ന ചുരുക്കപ്പേരിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നതിൻ്റെ ചുരുക്കമാണ് NASA. നാസ. നാസയുടെ ആസ്ഥാനം എവിടെയാണ്? നാസയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC. വാഷിങ്ടണിലാണ് നാസയുടെ ആസ്ഥാനം. നാസ അപ്പോളോ 11 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? നാസ അപ്പോളോ മിഷൻ 11 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? കേപ്പ് കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ. കേപ്പ് കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡയിൽ നിന്ന്. അപ്പോളോ 11 എന്നാണ് വിക്ഷേപിച്ചത്? അപ്പോളോ 11 എന്നാണ് വിക്ഷേപിച്ചത്? 1969 ജൂലൈ 16. അപ്പോളോ 11 വിക്ഷേപിക്കാൻ നാസ ഉപയോഗിച്ച റോക്കറ്റ്? സാറ്റേൺ 5. സാറ്റേൺ 5 എന്ന റോക്കറ്റാണ് അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. 1961 മെയ് 25
ചന്ദ്രനിലേക്കുള്ള നാസയുടെ മനുഷ്യ ദൗത്യം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി. 1967 ജനുവരി 27 വിക്ഷേപിച്ച അപ്പോളോ 1 ദൗത്യത്തിന്റെ ഫലം എന്തായിരുന്നു? അമേരിക്കയുടെ നാസയുടെ ആദ്യ ചാന്ദ്ര യാത്രയായ അപ്പോളോ മിഷൻ 1ന്റെ ദൗത്യഫലം എന്തായിരുന്നു? പേടകം കത്തി അതിലെ 3 യാത്രികരും മരിച്ചു. അപ്പോളോ 1 പേടകം യാത്രക്കിടയിൽ കത്തുകയും അതിലെ 3 യാത്രികരും മരിക്കുകയും ചെയ്തു. വിക്ഷേപണ സമയത്ത് സാറ്റേൺ 5 റോക്കറ്റ് അടക്കം അപ്പോളോ 11ന്റെ ഉയരം എത്രയായിരുന്നു? 110 മീറ്റർ. 110 മീറ്റർ, അതായത് 36 നില കെട്ടിടത്തിന്റെ ഉയരം. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ലോകം കണ്ടത് ഏത് മാധ്യമം വഴിയാണെന്ന് അറിയാമോ? മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് തത്സമയം ലോകം കണ്ടത് ഏത് മാധ്യമം വഴിയാണെന്ന് അറിയാമോ? ടെലിവിഷൻ. ടെലിവിഷനിലൂടെയാണ്. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് ചന്ദ്രനിൽ കാലുകുത്തിയതിനെ പറ്റി പറഞ്ഞതാര്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ആണ്. ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ എത്ര മണിക്കൂറാണ് ചെലവഴിച്ചത്? ആംസ്ട്രോങ്, ആൽഡ്രിൻ ഇവർ രണ്ടുപേരും ചന്ദ്രനിൽ എത്ര മണിക്കൂറാണ് ചെലവഴിച്ചത്? 21 മണിക്കൂർ. 21 മണിക്കൂർ അവർ ചന്ദ്രനിൽ ചെലവഴിച്ചു. ഈഗിൾ പേടകത്തിൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ അവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്ര സമയം കഴിഞ്ഞു? ഈഗിൾ പേടകത്തിൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ അവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്ര സമയം കഴിഞ്ഞു? 2 മണിക്കൂർ 37 മിനിറ്റ് സമയം. 2 മണിക്കൂർ 37 മിനിറ്റ് സമയം. ചന്ദ്രനിൽ അവർ ഏത് രാജ്യത്തിന്റെ പതാകയാണ് നാട്ടിയത്? ചന്ദ്രനിൽ അവർ ഏത് രാജ്യത്തിന്റെ പതാകയാണ് നാട്ടിയത്? USA-യുടെ, അമേരിക്കയുടെ ദേശീയ പതാകയാണ് അവർ ചന്ദ്രനിൽ നാട്ടിയത്. ചന്ദ്രനിൽ ഈഗിൾ പേടകത്തിൽ മനുഷ്യൻ ഇറങ്ങിയ ഇടത്തിന് നൽകിയ പേരെന്താണ്? ചന്ദ്രനിൽ ഈഗിൾ പേടകത്തിൽ നിന്നും മനുഷ്യൻ ഇറങ്ങിയ ഇടത്തിന് നൽകിയ പേരെന്താണ്? ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഇറങ്ങിയ ഇടത്തിന് നൽകിയ പേരെന്താണ്? പ്രശാന്തിയുടെ സമുദ്രം എന്ന അർത്ഥത്തിലുള്ള സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. സീ ഓഫ് ട്രാങ്ക്വിലിറ്റി, പ്രശാന്തിയുടെ സമുദ്രം. അപ്പോളോ 11 പേടകം എത്ര തവണയാണ് ചന്ദ്രനെ ചുറ്റിയത്? അപ്പോളോ 11 പേടകം എത്ര തവണയാണ് ചന്ദ്രനെ ചുറ്റിയത്? 30 തവണ. 30 തവണ അപ്പോളോ 11 പേടകം ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ചു. എത്ര ദിവസമാണ് അപ്പോളോ 11 ചാന്ദ്ര ദൗത്യം നീണ്ടുനിന്നത്? എത്ര ദിവസമാണ് അപ്പോളോ 11 ചാന്ദ്ര ദൗത്യം നീണ്ടുനിന്നത്? യാത്ര പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെ എത്ര ദിവസമാണ് ഈ ദൗത്യം നീണ്ടുനിന്നത്? 8 ദിവസം 3 മണിക്കൂർ. 8 ദിവസം 3 മണിക്കൂർ നീണ്ടുനിന്ന ദൗത്യമാണ് അപ്പോളോ 11. അപ്പോളോ മിഷനിൽ എത്രാമത് ദൗത്യമാണ് ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കുന്നതിൽ വിജയിച്ചത്? അപ്പോളോ ദൗത്യത്തിലെ എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കുന്നതിൽ വിജയിച്ചത്? 5ാമത്തെ ദൗത്യത്തിലാണ് ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കാൻ അപ്പോളോ മിഷനിലെ 5ാമത്തെ ദൗത്യത്തിനാണ് സാധിച്ചത്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? ചന്ദ്രനിൽ നിന്നും കാണപ്പെടുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറം. GK ക്വിസുകളിൽ ജയിക്കാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചന്ദ്രനിൽ നിന്നും ആകാശത്ത് ഉദിച്ചുയർന്നു കണ്ട ഭൂമിയുടെ നിറം എന്തായിരുന്നു? ചന്ദ്രനിൽ നിന്നും ഉദിച്ചുയർന്നു കണ്ട ഭൂമിയുടെ നിറം നീലയായാണ് കണ്ടത്. നീല നിറം. ചാന്ദ്ര യാത്രികർ
ഭൂമിയിൽ എവിടെയാണ് തിരിച്ചിറങ്ങിയത്? ചാന്ദ്ര യാത്രികർ 3 പേരും ഭൂമിയിൽ എവിടെയാണ് തിരിച്ചിറങ്ങിയത്? ഉത്തര ശാന്ത സമുദ്രത്തിൽ, നോർത്ത് പസഫിക് ഓഷ്യനിലാണ്. വടക്കൻ ശാന്ത സമുദ്രത്തിലാണ് ചാന്ദ്രയാത്രികർ ഭൂമിയിൽ തിരിച്ചിറങ്ങിയത്. അപ്പോളോ 11 ചാന്ദ്ര യാത്രികർ ഭൂമിയിൽ തിരിച്ചിറങ്ങിയത് എന്ന്. അപ്പോളോ 11 ചാന്ദ്രയാത്രികർ ഭൂമിയിൽ തിരിച്ചിറങ്ങിയത് എന്നാണ്. 1969 ജൂലൈ 24-ന് 1969 ജൂലൈ 24-ന് ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്നത് എന്ത്? ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്നത് എന്ത്? പാറക്കല്ലും മണ്ണും. 21.5 കിലോഗ്രാം 21.5 കിലോഗ്രാം പാറക്കല്ലും മണ്ണുമാണ് അവർ ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്നത്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് റിഗോലിത്ത്. റിഗോലിത്ത് എന്നാണ് ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര്. നാസയുടെ അപ്പോളോ 11 ചാന്ദ്ര ദൗത്യം വിജയിച്ച സമയത്ത് ആരാണ് അമേരിക്ക പ്രസിഡന്റ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് ആരാണ് അമേരിക്കയുടെ പ്രസിഡന്റ്? റിച്ചാർഡ് നിക്സൺ. റിച്ചാർഡ് നിക്സനാണ് ചാന്ദ്രദൗത്യം വിജയിച്ച സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ്. ഭൂമിയിലുള്ളതിൻ്റെ എത്ര ഭാഗം ഭാരമാണ് വസ്തുക്കൾക്ക് ചന്ദ്രനിൽ ഉള്ളത്? ഭൂമിയിലുള്ളതിൻ്റെ എത്ര ഭാഗം ഭാരമാണ് വസ്തുക്കൾക്ക് ചന്ദ്രനിൽ ഉള്ളത്? 1/6 ഭാരം. ഭൂമിയിലുള്ളതിൻ്റെ 1/6 ഭാരമാണ് ചന്ദ്രനിൽ വസ്തുക്കൾക്ക് ഉണ്ടാവുക. ആകെ എത്ര ബഹിരാകാശ യാത്രികരാണ് ചന്ദ്രനിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്? ആകെ എത്ര ബഹിരാകാശ യാത്രികരാണ് ചന്ദ്രനിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്? 12 പേർ. 12 ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ഇതുവരെയായി ഇറങ്ങിയിട്ടുണ്ട്. നാസയുടെ ചാന്ദ്ര ദൗത്യങ്ങളുടെ ഭാഗമായി ഇറങ്ങിയിട്ടുള്ളവരാണ് ഈ 12 പേരും. എല്ലാവരും അമേരിക്കക്കാരാണ്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര്? ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര്? യൂജീൻ സെർനാൻ. യൂജീൻ സെർനാൻ ആണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത്. 1972 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയത്. ഇന്ന് വരെയായി എത്ര ചാന്ദ്ര ദൗത്യങ്ങളാണ് വിജയകരമായി നടന്നത്? ഇന്ന് വരെയായി എത്ര ചാന്ദ്ര ദൗത്യങ്ങളാണ് വിജയകരമായി നടന്നിട്ടുള്ളത്? 6. 6 ചാന്ദ്ര ദൗത്യങ്ങളാണ് വിജയകരമായി നടന്നിട്ടുള്ളത്. ഈ 6 ദൗത്യങ്ങളിലുമായാണ് 12 പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തു ഈഗിൾ അല്ല. ഏതാണ് അത്? ലൂണ 2. 1959 ലൂണ 2 എന്ന റഷ്യയുടെ പേടകം ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായി അല്ലാത്ത ഭാഗത്തിന്റെ ചിത്രം പകർത്തിയ ആദ്യ പേടകം ഏത്? ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ എതിർവശത്തുള്ള ചന്ദ്രന്റെ ഭാഗത്തിന്റെ ചിത്രം പകർത്തിയ ആദ്യ പേടകം ഏതാണ്? ലൂണ 3. 1959 തന്നെയാണ് റഷ്യയുടെ ലൂണ 3 എന്ന പേടകം ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയത്. അപകടരഹിതമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? യാതൊരു അപകടവും കൂടാതെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ലൂണ 9. 1966 റഷ്യ വിക്ഷേപിച്ച ലൂണ 9 എന്ന പേടകം അപകടരഹിതമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. ചന്ദ്രന്റെ ഉപരിതലം കുന്നുകളും കുഴികളും നിറഞ്ഞതാണ് എന്ന് ആദ്യമായി പറഞ്ഞതാര്?
ചന്ദ്രന്റെ ഉപരിതലം നിരപ്പായതല്ല, അത് പർവ്വതങ്ങളും കുഴികളും ഗർത്തങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? മരിയ എന്നാണ് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങൾക്ക് പറയുന്ന പേര്. മരിയ എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്കിന്റെ അർത്ഥം എന്ത്? ലാറ്റിൻ ഭാഷയിലുള്ള വാക്കാണ് മരിയ. ഇതിന്റെ അർത്ഥം എന്താണ്? കടലുകൾ. കടലുകൾ എന്നാണ് മരിയ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ചന്ദ്രനിലെ പ്രകാശമാനമായ ഇടങ്ങളെ വിളിക്കുന്ന പേര്. ചന്ദ്രനിലെ പ്രകാശമാനമായ ഇടങ്ങളെ വിളിക്കുന്ന പേര് ടെറേ. ടെറേ എന്നാണ് ചന്ദ്രനിലെ പ്രകാശമാനമായ ഇടങ്ങളെ വിളിക്കുന്നത്. ടെറേ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രനിലെ പ്രകാശമാനമായ ഇടങ്ങളെ പറയുന്ന ടെറേ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഭൂഖണ്ഡങ്ങൾ എന്നാണ് ടെറേ എന്ന പദത്തിന്റെ അർത്ഥം. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം മൂലം ഭൂമിയിൽ ദിവസവും അനുഭവപ്പെടുന്ന പ്രതിഭാസം. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം മൂലം ഭൂമിയിൽ അതിൻ്റെ സ്വാധീന ഫലമായി ദിവസവും അനുഭവപ്പെടുന്ന പ്രതിഭാസം. വേലിയേറ്റവും വേലിയിറക്കവും. വേലിയേറ്റവും വേലിയിറക്കവും. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന് എത്രാം സ്ഥാനമാണ്? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ എടുത്താൽ അവയിൽ വലുപ്പത്തിൽ ചന്ദ്രന് എത്രാം സ്ഥാനമാണ്? 5-ാം സ്ഥാനം. 50 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടി? കമന്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഉണ്ണീസ് വിജയപാത.